നഗരത്തിലെ നൈറ്റ് ലൈഫിന് ശരിക്കും ലൈഫുണ്ടോ? കൊച്ചി നഗരത്തിലെ നൈറ്റ് ലൈഫ് പ്രദാനം ചെയ്യുന്ന കേന്ദ്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കായലരികത്ത് കാറ്റേറ്റ് പാട്ടുകേട്ട് വിശ്രമിക്കാൻ സുഭാഷ് പാർക്ക് പെർഫെക്റ്റ് ഓക്കെ. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, രാത്രി ആരംഭിക്കുമ്പോൾ തന്നെ പാർക്ക് അടയ്ക്കും. രാത്രി 9 മണി. നൈറ്റ് ലൈഫ് പീസാണ്, അടിപൊളിയാണ്. നൈറ്റ് ലൈഫ് എല്ലാവരുടെയും ഒരു ഭാഗമാവുന്നത് നല്ലതാണ്. ലൈഫിൽ കുറച്ചും കൂടി മെമ്മറീസ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഒരു ചെറിയ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് വർത്താനം പറയുമ്പോഴേ നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പ്രണയിതാക്കൾക്കപ്പുറം ചുരുക്കം ചില സമാധാനകാംക്ഷികൾ മാത്രം. കുട്ടികളായിട്ട് ഒരു കാര്യം, അവർക്ക് ഈ സ്കൂളും വീടും മാത്രമല്ലേ ഉള്ളൂ. അവരെ ഒന്ന് പുറത്തിറക്കുക, അവരുമായിട്ടൊന്ന് നമ്മളും ഒപ്പം അവരോടൊപ്പം നടക്കുക, കുറച്ച് അതൊരു ഹാപ്പിനെസ് ആണല്ലോ. ഇനി മറൈൻ ഡ്രൈവിലേക്ക്. പ്രധാന നൈറ്റ് ലൈഫ് കേന്ദ്രം, സജീവ വാക്ക്വേകൾ. പക്ഷേ ശരിക്കൊന്ന് ഇരുട്ടിയാൽ കഥ മാറും. നൈറ്റ് ലൈഫ് ഇഷ്ടമുള്ള ആളാണ്, രാത്രി പുറത്തു പോകാൻ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവാണ്. ബസ്സാണെങ്കിലും നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ പെണ്ണുങ്ങളാകുമ്പോൾ നമുക്ക് എത്രയും സുരക്ഷിതമായിട്ട് വീട്ടിലെത്തണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ന്യൂസിലെല്ലാവരും കേട്ടതല്ലേ, മറ്റേ നൈറ്റ് ലൈഫ് ഇവിടെ ക്ലോസ് ചെയ്യുവാണ് ടൈമിംഗ് എല്ലാം വെച്ച്. അതൊക്കെ ഒരു പ്രഹസനമായിട്ടാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ. അതിപ്പം മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ നോക്കുക, അല്ലാതെ നൈറ്റ് ലൈഫ് ക്ലോസ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി നഗരം ചലിപ്പിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾക്ക് പുറമെ ഇവിടുത്തെ ടൂറിസ്റ്റ് ടാക്സികളും ഓട്ടോക്കാരും ബസ്സുകാരും ഒക്കെയാണ്. രാത്രി ജീവിതത്തിന് ഉതകുന്ന സർവീസുകളാണോ ഇവർ നടത്തുന്നത്? പിന്നെ ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ പുലർച്ചെ 5 മണിക്ക് തുടങ്ങിയ ഒരു 8-8:30 വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓട്ടോറിക്ഷനെ സഹായിക്കണം. ഇവിടെ ഒരു 10-11 മണി വരെ ഉള്ള ഓട്ടോ ഉള്ളൂ. ഓട്ടത്തിന് അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ്. ഏതെങ്കിലും ബസ് കിട്ടാണ്ട് വന്ന ആൾക്കാരുടെ ഓട്ടങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പോയ വർഷത്തെ ചില വാർത്താശകലങ്ങൾ ഇങ്ങനെയാണ്. മദ്യപിച്ച് വാഹനമോടിച്ചതിന് ഒറ്റ രാത്രിയിൽ അറസ്റ്റിലായത് 243 പേർ. മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ വേറെ. വാരാന്ത്യങ്ങളിൽ പോലീസ് നടത്തുന്ന കോമ്പിംഗ് ഓപ്പറേഷനുകളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കൂടുതലെന്ന് കാണാം. സാമൂഹ്യവിരുദ്ധരുടെ ഇടപെടൽ നേരം ഇരുട്ടുമ്പോൾ കൂടുന്നു എന്നുള്ള സൂചനയാണോ ഇത്? ഇതാണോ രാത്രി ജീവിതം അന്യമാക്കുന്നത്? പൊതുവായിട്ട് സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. പോലീസും കാര്യങ്ങളൊക്കെ ബാധ്യസ്ഥരായിരിക്കണം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പകൽ പോലെ തന്നെ സേഫ്റ്റി ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് കുഴപ്പമൊന്നുമില്ല. സജീവമാണെങ്കിൽ ഇരുട്ടാവണില്ല. എപ്പോഴും ആളുണ്ട്, തിരക്കുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ക്രൈം ചെയ്യാനുള്ള സാധ്യതകൾ കുറയുള്ളൂ. ഇരുട്ടായി കിടക്കുമ്പോഴും സജീവമല്ലാതെ വരുമ്പോഴുമാണ് കൂടുതലും ക്രൈമിന് സാധ്യത കൂടുന്നത്. ബാംഗ്ലൂരൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ പകൽ നൈറ്റൊന്നും ഇല്ല, ഫുൾ ടൈം നമുക്ക് ഒരുപോലെ. പക്ഷെ കൊച്ചിയിൽ ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞാൽ മൊത്തം ഓഫായി. കൊച്ചിയിലും നല്ല നൈറ്റ് ലൈഫ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പകൽ പോലെ സജീവമായ ഒരു രാത്രി ഇവിടെ ഇന്നും അന്യമാണ്. സമൂഹം എന്ന നിലയിൽ സജീവമായൊരു രാത്രി ജീവിതത്തോട് നാം പൊരുത്തപ്പെടാത്തതാണോ, അതിനായി പരുവപ്പെടാത്തതാണോ? ചോദ്യം പ്രേക്ഷകരോടാണ്. കൊച്ചിയിൽ നിന്നും സുജോയ് എഡ്വാർഡിനൊപ്പം ശ്യാംലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.